കുറേ ദിവസമായിട്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ മഴ കണ്ടപ്പം അതൊക്കെ നോക്കി ഒന്ന് റിലാക്സ് ആയിട്ട് ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് നീർദോശയും ചിക്കൻ കറിയാണെങ്കിലും രാവിലെ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഒരു എഗ് മോളി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഇതാവുമ്പോൾ അത്യാവശ്യം എളുപ്പത്തിലാവുകയും ചെയ്യും. പിന്നെ നീർദോശയ്ക്ക് പിന്നെ പറയണ്ടല്ലോ, ഏത് കറി അങ്ങ് മാച്ചായിട്ട്. അപ്പോൾ പിന്നെ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ നീർദോശേൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് എണ്ണ ചൂടായതിനു ശേഷം സവാള ഇട്ട് കൊടുക്കുക. അതിലേക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കല്ലോ. ഇതിൽ ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പച്ചമുളക് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പുഴുങ്ങിയ മുട്ട ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് കുരുമുളകും ഉപ്പും എണ്ണയിലിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുട്ട ഉണ്ടല്ലോ ഒന്ന് ജസ്റ്റ് പൊരിച്ചെടുക്കുക. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ സവാള വഴറ്റിയിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇതൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഈ പൊരിച്ച മുട്ട ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഒരു 2 സെക്കൻഡ് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 1ാം പാൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളക്കൊന്നും വേണ്ട. ഒരു 1/2 സ്പൂണ് കോൺഫ്ലവർ കുറച്ച് തേങ്ങാപ്പാലിൽ കലക്കിയിട്ട് ഇതിലങ്ങ് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സംഭവം ഒരു കിഡു കറിയാണ്. പത്തിരിൻ്റെയും ദോശേൻ്റെയും കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.